ഒരു കാര്യമാണ്. ആദ്യം നിങ്ങൾ ഇതൊന്ന് കാണും. ക്ഷേത്ര നഗരികളില് പത്മനാഭസ്വാമി ക്ഷേത്രം ഒഴിച്ച് മറ്റുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുസ്ലിം സമൂഹം വാങ്ങിക്കൂട്ടുകയാണ്. അതേപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ കേരളത്തിലെ 5000 കോടിക്കും 10,000 കോടിക്ക് ഇടയ്ക്കാണ് മത്സ്യ വിപണി എക്സ്പോർട്ട് അടക്കം. അതിന്റെ ഭൂരിപക്ഷം ഈ പ്രത്യേക സമുദായം കൈയാളുന്നു. 20,000 കോടിയോളം വരുന്ന പച്ചക്കറി വിപണി പൂർണ്ണമായിട്ടും അവർ കൈയടക്കുന്നു. എന്റെ പൊന്നെണ്ണ എന്തൊരു കഷ്ടം ഇത്. ഞങ്ങൾക്ക് നല്ല വീട് മേടിക്കാൻ പറ്റത്തില്ല, നല്ല കച്ചവട സ്ഥാപനം തുടങ്ങാൻ പറ്റത്തില്ല, നല്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, നല്ല മക്കളെ ഉത്പാദിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോ പൈസ ചെലവാക്കത്തില്ല, പല ആഹാരവും കഴിക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇത് കണ്ടില്ലേ, ഇതല്ലേ മണി. ഞങ്ങൾ വീട്ടിലെ കൊച്ചുങ്ങൾ മുറ്റ തപ്പിയിടുമ്പോൾ ഇതുകൊണ്ട് ഊരിക്കളയാം. കാരണം ഇതിനിപ്പോ ഉപയോഗമില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ അങ്ങ് കൂട്ടിവെച്ചേക്കാം. എന്റെ പൊന്നെണ്ണ, ഇത് ഉള്ളവൻ ഇത് വീണ്ടും കളത്തിലിറക്കി കച്ചവടത്തിലിറക്കി പൈസ ഉണ്ടാക്കും. ഇല്ലാത്തവനെ ഇത് ഈ മണി നോക്കിയാണ്, ഈ മണി ഉള്ളവൻ ഇതിട്ട് മണി ഉണ്ടാക്കും. സത്യമല്ല ചക്കരകള. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോ. ഞാൻ തന്നെ ഇവിടെ ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായത്, ഒരൊറ്റ ഹിന്ദുക്കളായ ആൾക്കാർ പണിയെടുക്കാൻ തയ്യാറല്ല. ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സഹോദര. എല്ലാവരും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരിലും പണിയെടുക്കാൻ തയ്യാറല്ല. പണിക്ക് വന്നാൽ പണി മര്യാദക്ക് ചെയ്യത്തില്ല. തിങ്കളാഴ്ച പണിക്ക് വരത്തില്ല. അഥവാ വന്നിട്ടുള്ളവനാണ് ഇവനാണെങ്കിലും തിങ്കളാഴ്ച പണിക്ക് വരത്തില്ല. അതായത് ഞായറാഴ്ച വെള്ളമടിച്ച് ഹാങ് ഓവർ തീരാതെ തിങ്കളാഴ്ച പണിക്ക് വരാൻ പറ്റുന്നത് സത്യമാണല്ലേ. മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയെന്ന് പറയട്ടെ, അവരിനി എന്തിനി അവരെ പറ്റി വേറെ എന്ത് പറഞ്ഞാലും ഞാൻ ഒരു പക്ഷപാതമൊന്നും പറയുമല്ല, പക്ഷം പിടിച്ച് പറയുകയല്ല. നമ്മൾ ജനറലി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ അവര് വല്ല ആക്രി വിറ്റാണേലും അവര് പൈസ ഉണ്ടാക്കും. കുടുംബം ഒന്നും ഇല്ലാത്തവനെ വല്ല ആക്രിയെങ്കിലും പെറുക്കിയിട്ട് വിറ്റ് കുടുംബം നോക്കും. അവന്റെ മക്കളും ഭാര്യയായിട്ട് പുറത്തു പോകും. അവൻ നല്ലൊരു സുഖമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആക്രി പെറുക്കുന്നവനായിരിക്കും. അവൻ നടക്കുന്ന നല്ല ബെൻസ് കാറിലും നല്ല കാറയിലും ഒക്കെയാണ് അവൻ നടക്കുന്നത്. അടിപൊളിയായിട്ട് ഒരുങ്ങി അവന്റെ ഉമ്മേനെയും ഭാര്യനെയും മക്കളെ ഒരുക്കി നല്ല റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണവും മേടിച്ചു കൊടുത്ത് അവർക്ക് സന്തോഷവും സുഖവും ഒക്കെ കൊടുക്കും. മനസ്സിലായ? അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ വേറെ കുറെ നെഗറ്റീവ് പറഞ്ഞു, അതൊന്നും എനിക്ക് കേൾക്കണ്ടായിരുന്നില്ല. നെഗറ്റീവില്ല, ഞാൻ പോസിറ്റീവിനെ കാണുന്നുള്ള. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ ഹിന്ദുക്കളായിട്ടുള്ളവർ കൂടുതൽ, നിങ്ങൾ എപ്പോഴും നോക്കി എന്താണ് ഹിന്ദുക്കളുടെ പുരോഗതി ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ്? അവൻ ഈഗോ, ഞാനെന്ന ഭാവം. ഞാൻ ഇന്ന പണിയെ ചെയ്യത്തുള്ളൂ, ഇന്നതാ ഞാൻ പഠിച്ചിരിക്കുന്നത്, ആ പണിയല്ല. വിദ്യാഭ്യാസമുള്ള പിള്ളേർ പോലും ജോലിക്ക് പോകത്തില്ല. അവന് ഈഗോ ആയിട്ട് വളർന്നു വരുന്നത്. മനസ്സിലായി? ഈഗോ ഫാമിലി അവന് അത് പകർന്നു കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇന്നത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് അങ്ങനെയല്ല. ഏത് വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാം എന്തും അവര് ഒരു ജോലിയുള്ളപ്പോൾ വേറൊരു ജോലി കൂടെ അതിന്റെ ഒപ്പം കൊണ്ടുവന്നു. അവർ എന്തെങ്കിലും ഒരു ബിസിനസ് അവരുടെ കൂടെ എപ്പോഴും കൂട്ടും. അവരങ്ങനെ ഈഗോ ഇല്ലാതെ ജീവിക്കാൻ അവർക്ക് പൈസ കിട്ടണം, അവർക്ക് നല്ലതായിട്ട് ജീവിക്കണം, ആരെയും വാതിക്കെ തെണ്ടാതെ ജീവിക്കണം. ഈ മനോഭാവം ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് എല്ലാം മേടിച്ചു കൂട്ടാൻ പറ്റുന്നത്. മനസ്സിലാക്കുക? ഇതൊന്നും ഇല്ലാതെ ഈഗോയും പിടിച്ച് അതുപോലെ ഹിന്ദുക്കൾ താമസിക്കുന്ന ഇടയിലോട്ട് നിങ്ങളൊന്ന് ആ ഒരു സ്ഥലത്തോട്ട് നിങ്ങൾ പോയിക്കും, ഒരു വഴിലൈറ്റ് പോലും അവിടെ നിന്ന് കാണത്തില്ല. ഒരു മുറുക്കാ കട പോലും കാണും, ഒരു കട പോലും കാണത്തില്ല. കിലോമീറ്ററുകൾക്ക് അപ്പുറത്തായിരിക്കും അല്ല മുസ്ലിംസ് എവിടെയെങ്കിലും ആ ഒരു ഏരിയയിലായിരിക്കും കടയുള്ളത്. ഇവര് താമസിക്കുന്ന ഒരു വ്യവസായം കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഞാനൊരു ഹിന്ദു അല്ലേ, ഞാനിത് ഇത്ര തുറന്നു പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവര് നല്ല ഭക്ഷണം കഴിക്കത്തില്ല, നല്ലൊരു മീൻ മേടിക്കത്തില്ല, ഇറച്ചി കൂട്ടത്തില്ല, പിന്നെ ഒരു വസ്ത്രം മേടിക്കത്തില്ല, ഒരുങ്ങി നടക്കത്തില്ല, ഒരു പെർഫ്യൂം പോലും മേടിക്കത്തില്ല. ഇവരങ്ങനെയല്ല, എല്ലാം മേടിക്കും. നല്ല ഭക്ഷണം കഴിക്കും, നല്ല വസ്ത്രം മേടിക്കും, നല്ല പെർഫ്യൂം അടിക്കും, നന്നായി വേലയെടുത്ത് കാശുണ്ടാക്കും. ഒരു ജോലി ചെയ്യുമ്പോൾ വേറെ ഒരു ജോലി കൂടെ പല ജോലിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ നോക്കും. ഇതിൽ തന്നെ കണ്ടില്ലേ, നമ്മുടെ ആൾക്കാർ തന്നെ ഹിന്ദുക്കളായ ആൾക്കാർ കമന്റ് ഇടുന്ന കണ്ടിട്ടില്ലേ, സിംഗു എന്തിനാ ഒരു ജോലി എന്തെങ്കിലും ഒന്നിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ പോരെ, പല കാര്യങ്ങൾ എന്തിനാ ചെയ്യുന്നതെന്ന്. പല കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? പണം ഉണ്ടാകാനാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. എവിടെയെങ്കിലും ഇരുന്ന് ഗാലറി ഇരുന്ന് കല്ലെറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പണിയെടുത്ത് കാശുണ്ടാക്കണം. ഇവര് പണിയെടുക്കുന്നുണ്ട്, അവർക്ക് കാശുള്ളവർ. എനിക്ക് അവരുടെ ഒരു മനോഭാവമാണ്, പണിയെടുത്ത് കാശുണ്ടാക്കുക. എന്ത് ജോലിയും ചെയ്ത് അതിന് ഈഗോ ഒന്നുമില്ല. എന്ത് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ കാശുണ്ടാകണം. നമ്മളൊരു ലോൺ എടുക്കണമെങ്കിൽ 10 രൂപ ഒരാൾ കടം തരണമെങ്കിൽ നമുക്കൊരു വരുമാനം ഉണ്ടല്ലേ തരത്തുള്ളൂ, അല്ലെ ആരും തരത്തില്ല. ആളുകളെ പറ്റിച്ചു, കൂടുതലും ആളുകളെ പറ്റിച്ചും വേലയെടുക്കാതെയും പണിക്ക് പോകാതെയൊക്കെ ആളുകളെ എന്താണ് പെണ്ണുങ്ങളെ അതുപോലെ കൂടുതലും സ്ത്രീകളെ പണിക്ക് വിട്ടും ഒക്കെ ജീവിക്കുന്ന ഒരു വർഗ്ഗം ഹിന്ദുക്കളാണെന്ന് ഞാൻ പറയും.
ഇനി കണ്ടാലും കൊള്ളാം കണ്ടില്ലെങ്കിലും കൊള്ളാം. എനിക്ക് എതിരെ വന്ന് കമന്റ് ഇട്ടാലും എനിക്കൊരു ചുക്കുമില്ല. സത്യമായ കാര്യം തന്നെയാണ്. എന്നിട്ട് വേറെ ഇരുന്നിട്ട് വെറുതെ മൈക്കെടുത്ത് പ്രസംഗിക്കുകയാണ്. ഹിന്ദുക്കൾ എല്ലായിടത്തും അല്ല മുസ്ലിങ്ങൾ എല്ലായിടത്തും സ്ഥലം മേടിച്ചു കൂട്ടുന്നു, പെരവെച്ചു കൂട്ടുന്നു. നിങ്ങൾ എടാ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ആരെങ്കിലും നിങ്ങളുടെ കൈ കയറി പിടിച്ചാ എല്ലാരും ആദ്യം പണിക്ക് പറഞ്ഞു വിടും. വീട്ടിൽ ഇരിക്കുന്ന എല്ലാത്തിനും ഇവരെല്ലാം പണിക്ക് പോകുന്നവരാ. ഇപ്പൊ എന്റെ സ്ഥാപനത്തിൽ തന്നെ മുസ്ലിംസാ കൂടുതലും. അവർക്ക് ഒരു ഈഗോയും ഇല്ല. നമ്മള് എന്ത് പറഞ്ഞ പ്രശ്നമില്ല. കൃത്യസമയത്ത് ജോലിക്ക് വരും. നമ്മൾ വരുന്നതിനും അവർ കമ്പനിയും കടയിലൊക്കെ വന്ന് നിൽപ്പാ. മനസ്സിലായി? അവർക്ക് നാണവും ഈഗോയും ഇല്ല. അവർക്ക് ആരെയും അതൊക്കെ കൈതിട്ടാതെ ജീവിക്കണം. അതിനുള്ള പണി അവർ എടുത്തിരിക്കും. മനസ്സിലായി? അപ്പൊ നമുക്ക് അത് ഇൻട്രസ്റ്റോടെ ഒരു ജോലി ചെയ്യുന്നു, ഉത്തരവാദിത്തത്തോടെ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടും. മനസ്സിലായി? ഇപ്പൊ ഞാൻ പോലെ പല പല കാര്യങ്ങൾ ചെയ്യുന്ന നമുക്ക് പൈസ ഉണ്ടാകാനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് കുറ്റപ്പെടുത്തുന്നവരുണ്ട്. മനസ്സിലായി? ഒരു പണി കോൺസെൻട്രേഷൻ അത് ഈ വർഗത്തിന്റെ ഒരു ചിന്താഗതിയാണത്. ഞാനിങ്ങനെ പറയും, എനിക്ക് പേടിയൊന്നുമില്ല ആരെയും. കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവര് കണ്ടില്ലേ പകല് മുഴുവൻ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പകല് മുഴുവൻ ലിസി ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴേക്കും പോകുമ്പോൾ പകല് അവര് ആക്രി എടുക്കാനാണ് വരുന്നത്. ഇവ വൈകുന്നേരം അവര് പൈസ മേടിക്കാനൊക്കെ ഉള്ള കാര്യത്തിന് വേണ്ടി വരുമ്പോൾ നല്ല കാറിലൊക്കെ അടിപൊളിയായിട്ട് ഫാമിലിയായിട്ട് ചില റെസ്റ്റോറന്റിൽ വെച്ചൊക്കെ ഞങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്. ഈ ആക്രി എടുക്കാൻ വരുന്നവര് അവര് നല്ല ഈ ആക്രി എടുക്കാൻ വരുന്ന വേഷമൊന്നുമല്ല അവരുടേത്. അവര് വേറെ വേഷത്തിൽ അടിപൊളി നല്ല സെറ്റപ്പായിട്ടാണ് വരുന്നത്. അവര് അപ്പം നല്ല മുതലാളിമാരായിട്ടാണ് അവർ കഴിയുന്നത്. മനസ്സിലായി? വേലയെടുത്ത് കാശുണ്ടാക്കിയിട്ട് കുടുംബത്തെ നോക്കുന്നു. അവര് സുഖിക്കുന്നു. അവരുടെ ഭാര്യ മക്കളെ എല്ലാവരും സുഖമായിട്ട് ജീവിക്കുന്നു. അവർ നല്ല വീടുകൾ വെക്കുന്നു, നല്ല കാറുകൾ മേടിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. ഈ സമൂഹത്തിൽ അവരുടെ ഏരിയ മുഴുവൻ എവിടെ ചെന്നാലും 10 രൂപയുടെ ഒരു അനക്കോ ആളും ബഹളവും കാണും. കച്ചവടങ്ങളൊക്കെ കാണും. അവര് താമസിക്കുന്ന ഏരിയ മുഴുവൻ നല്ല അനക്കം കാണും, നല്ല ഭക്ഷണം കാണും, നല്ല വസ്ത്രം കാണും, നല്ല ഹോസ്പിറ്റൽ കാണും, വസ്ത്രസ്ഥാപനം കാണും, ഹോസ്പിറ്റൽ കാണും, എല്ലാം കാണും അവരുള്ളടുത്ത്. ഹിന്ദുക്കൾ മാത്രമുള്ളടുത്താ ഒരു നല്ല വീട് കാണത്തില്ല, ഒരു വേലിയായിരിക്കും, ഒരു മതില് പോലും കാണത്തില്ല. പിന്നത്തെ ഒരു കാര്യം, ഒരു നല്ല കടകൾ കാണത്തില്ല, നല്ല ഒരു ബേക്കറി കാണത്തില്ല, ചായക്കട കാണത്തില്ല, നല്ലൊരു ഹോസ്പിറ്റൽ കാണത്തില്ല, ഒന്നും കാണത്തില്ല. എവിടെയും ഒരു വഴി സന്ധ്യയ്ക്ക് റോഡിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അന്ധകാരം പിടിച്ചെടുക്കും. ഒരു വഴി ലൈറ്റ് പോലും കാണത്തില്ല. ആണായാലും നിങ്ങൾ തന്നെ പറഞ്ഞു കമന്റ് ഇട്ടു നന്നായിട്ട്. മതവും ജാതിയും പറയരുത്. മതവും ജാതിയും നമുക്കില്ല. നമ്മളിപ്പോ കണ്ടതാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ കണ്ടെനിക്ക് കുളിര് കോരിയ അനുഭവമുണ്ട്. എല്ലാ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നിച്ചു നിന്ന് എല്ലാവരും ഹിന്ദുവും എല്ലാം ഒന്നിച്ച് എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നവർക്ക് വെള്ളം കൊടുക്കുന്നു, ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. മതമൊന്നും ഒരു ചുക്കുമല്ല. മനുഷ്യനാണ് നന്നാകേണ്ടത്. മതം എന്താ പറയുന്നത്, മതം പറയുന്ന ആൾക്കാരുടെയൊക്കെ തീരാറായി ആ കണ്ടികൾ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് മതമൊന്നുമില്ല. അവര് നല്ല മനുഷ്യരായിട്ട് ജീവിക്കട്ടെ. ഇതുപോലെ കുറെ മൂരാച്ചികള് അങ്ങേരും മതമോ പറയുന്നത്. എല്ലാ മുസ്ലിങ്ങളും മേടിച്ചു കൂട്ടുന്നത് അങ്ങനെയൊക്കെ പറയാൻ തന്നെ കൊള്ളത്തില്ല. പണിയെടുക്കുന്നവ മേടിക്കും, പണിയെടുക്കുന്നവരുടെ ജീവിക്കും. വേലെടുത്ത് കാശുണ്ടാക്കിയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. മടിച്ചിരുന്ന് കണ്ടവരുടെ കുറ്റം പറഞ്ഞിരിക്കുന്നവർക്ക് പണിക്കും പോകത്തില്ല. ആലസന്മാരുടെ നാടാണ്. ഹിന്ദുക്കൾ കൂടുതൽ അലസന്മാരാണ്. അല്ലെന്ന് പറയട്ടെ. ക്രിസ്ത്യാനികളാണെങ്കിലും അവര് നന്നായിട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കും. അവര് നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നവരെ എല്ലാ ക്രിസ്ത്യാനികളെ എന്റെ കമ്പനിയിലൊക്കെ ഇപ്പൊ നമ്മുടെ കൂടെ ജോലിക്കൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഉത്തരവാദിത്വ ബോധമുണ്ട്. ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കും. അവര് സൂക്ഷിക്കുകയും ചെയ്യും. അവരെയൊക്കെ കണ്ടില്ലേ, നല്ല വീടുകളും എല്ലാ സൗകര്യങ്ങളും അവരുണ്ടാക്കുന്നുണ്ട്. അവരെയൊക്കെ പൈസ അടുത്ത തലമുറയ്ക്ക് കൈമാറിയിട്ട് അവര് പോകുന്നത്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നത്, ഇവര് താമസിക്കുന്നിടത്തോട്ട് എന്നാൽ ആളും ബഹളവും വെളിച്ചവും ഭക്ഷണവും ഈ പറഞ്ഞൊരു ബഹളം കാണുന്നത് അവര് അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ അങ്ങനെ മതം പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമൊന്നുമില്ല. ജോലി എടുത്ത് അവരെവിടെയെങ്കിലും ഉള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒരു വേർതിരിവില്ല. ആർക്ക് എവിടെ എന്ത് മേടിക്കാം. ക്ഷേത്രത്തിന്റെ അടുത്ത് മേടിക്കാൻ പറ്റത്തില്ലെന്ന് നിയമം വല്ലതും ഉണ്ടോ? എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇപ്പൊ ഒരു മതസൗഹാർദ്ദം പോലെ ജനങ്ങളിലെ വർഗീയതയില്ലാതെ ആ ആറ്റുകാൽ പൊങ്കാല കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ രാത്രി കിടക്കുമ്പോഴും ആ ചിന്തയായിരുന്നു. എനിക്കൊരു മനസമാധാനം കിട്ടിയ ഒരു സന്തോഷം. ഓക്കെ, ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ള ചക്കരകളെ. എല്ലാവരും